ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണ് 27th. ഇന്നാണ് നമുക്ക് ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ തന്നിരിക്കുന്ന ഡേറ്റ്. 4 PM ആണ് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 3 PM ആയി. സോ നമ്മളെല്ലാം പാക്ക് ചെയ്തു. ഹോസ്പിറ്റൽ ബാഗൊക്കെ ഓൾറെഡി റെഡിയാണ്. അങ്ങനെ നമ്മൾ പോകാൻ പോവാണ്. ഇത് ഞങ്ങൾ ബേബിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ച ഒരു കോട്ടാണ്. പക്ഷേ ആ കോട്ടിൽ നിന്ന് ആ നെസ്റ്റ്, ഡോൾസ്, ബമ്പേഴ്സ് എല്ലാം അറ്റ്ലാസ്റ്റ് എടുത്ത് മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഹോസ്പിറ്റൽ ബാഗിന് പുറമേ നമ്മൾ അഡീഷണലായിട്ട് കുറച്ച് കാര്യങ്ങളൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സ്നാക്സ്, ഡ്രിങ്ക്സ്, അഡീഷണൽ പാമ്പേഴ്സ് അങ്ങനെയൊക്കെയാണ് എടുത്തത്. എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ ബാഗിൽ നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് മുമ്പുള്ള വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. UK NHS ഹോസ്പിറ്റലുകളിൽ ഡെലിവറി കഴിഞ്ഞാൽ ഡിസ്ചാർജ് തരുന്ന ടൈമിൽ മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് കാർ സീറ്റ് എന്ന് പറയുന്നത്. അത് ന്യൂബോൺ ബേബിയുടെ കംപ്ലീറ്റ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കാർ സീറ്റ് മസ്റ്റാണ്. പൊതുവെ UK NHS ഹോസ്പിറ്റലുകളിൽ ഡെലിവറി കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ ഡിസ്ചാർജ് കിട്ടും എന്നതാണെങ്കിലും അഡീഷണലായിട്ട് കുറച്ച് ഡ്രസ്സ് അങ്ങനെയുള്ള സാധനങ്ങളൂടെ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഇൻഫെക്ഷനോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ദിവസം അഡ്മിറ്റ് ചെയ്ത് അത് ക്യൂർ ആയതിനു ശേഷം മാത്രമേ ഡിസ്ചാർജ് കിട്ടുള്ളൂ. അങ്ങനെ ഫൈനൽ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ബൈ ബൈ. ഓക്കേ, സീ യു. ബൈ. അമ്മമ്മ എവിടെ? ബൈ. ടാറ്റാ. അമ്മ എവിടെ? ബൈ. അച്ഛൻ ബൈ. ഓക്കെ. ഞങ്ങളോട് നൈറ്റ് 10 o'clock ആണ് അഡ്മിറ്റ് ആവാൻ ചെല്ലാൻ പറഞ്ഞത് എങ്കിലും ആ ഡേ തന്നെ മോർണിംഗ് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നു. 5 o'clock എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇങ്ങനെ 4-നും 5-നും ഇടയിലെത്തുന്ന രീതിയിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇത് 27 ഈവനിങ് ആണ്. ഈവനിങ്ങിന് പെയിൻ വരാൻ വേണ്ടിയിട്ട്, ലേബർ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. നോർമലിന് ആണ് മാക്സിമം ട്രൈ ചെയ്യുന്നത്. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ മാത്രം സെക്ഷൻ ചെയ്യാമെന്നായിരുന്നു തീരുമാനം. ഞങ്ങളുടെ 9 മാസത്തെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണെന്നുള്ള ചർച്ചയിലാണ് നമ്മൾ പോകുന്ന വഴിയിൽ. അത്രയും ഹോസ്പിറ്റലെത്തി. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി ഗുയ്സ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനെ നേരിട്ട് കാണും. ഇപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് എടുത്തില്ല, കാരണത്താണ്. കുറച്ച് കഴിഞ്ഞിട്ട് എന്താണ് പ്രൊസീജിയർ എന്നൊക്കെ നോക്കിയിട്ട് വന്ന് ബാഗ് എടുക്കും. സോ ഡെലിവറി സീറ്റിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഒരു കോഫിയും ഒരു സ്നാക്സ് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബേബി ബമ്പോട് കൂടിയ ഫൈനൽ മൊമെൻറ്റ്സ് ആണ് ഇതൊക്കെ. ആദ്യം തന്നെ നമുക്ക് ഡയറക്റ്റ് ഡെലിവറി സ്യൂട്ടിലേക്കാണ് പോവേണ്ടത്. ഇൻഡ്യൂസ്ഡ് ലേബറിന് വേണ്ടിയിട്ട് ആദ്യമേ ഡെലിവറി സ്യൂട്ടിലേക്കാണ് വന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആംബിയൻസ് ഉള്ള പ്ലേസ് ആയിരുന്നു. സ്റ്റാർട്ടിങ് പ്രൊസീജിയേഴ്സ് ആരംഭിച്ചു. റെഗുലർ മോണിറ്ററിങ് ഉണ്ടായിരുന്നു. പിന്നീട് നൈറ്റ് ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടായിരുന്നു. കുറച്ച് മെനൂസ് അവർ പ്രൊവൈഡ് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് ഒരു പുഡിങ്ങും ഒരു മെയിൻ മീലും സെലക്ട് ചെയ്യാം. പൊതുവെയുള്ള ഇംഗ്ലീഷ് ഫുഡിനെ വെച്ച് നോക്കുമ്പോൾ ഹോസ്പിറ്റലിലെ ഫുഡ് അത്യാവശ്യം നല്ലതായിരുന്നു. ഓൾമോസ്റ്റ് ഫിനിഷായി. പിന്നെ ഒരു പുഡിങ് കൂടെ ഉണ്ട്. ഇതായിരുന്നു നമുക്ക് തന്ന പേഷ്യൻ്റ് മെനു. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഓപ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റെപ്സ് എല്ലാം ഡെലിവറി സ്യൂട്ടിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തന്നെ നമ്മളെ ഒരു വാർഡിലോട്ട് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വാർഡിൽ നിന്ന് പെയിൻ വളരെയധികം ആകുമ്പോഴാണ് പിന്നെ ഡെലിവറി സ്യൂട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത് പിറ്റേ ദിവസത്തെ ലഞ്ചാണ്, റൈസാണ് ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ലേബറിന് വേണ്ടിയിട്ടൊരു ഡിവൈസ് കണക്ട് ചെയ്തു. സോ സെർവിക്സ് ഡയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചത്. അപ്പോൾ അതിനുശേഷം അവർ PV ചെയ്ത് നോക്കിയപ്പോൾ 2 to 3 centimeter ഡയലേഷൻ വന്നു.
അപ്പോൾ കൂടുതൽ ഡൈലേറ്റ് ആവാൻ വേണ്ടി ഇതുപോലുള്ള എക്സസൈസ് ഹെൽപ്പാകും. സോ മൂവ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് മൂവ്മെൻ്റ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി. ലേബർ ഇൻഡ്യൂസ് ചെയ്തു കാര്യമായിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. നൈറ്റ് 1 o'clock ആണ്. സോ അതിന് മുമ്പ് കുറച്ച് എക്സസൈസ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഹോസ്പിറ്റലിനകത്തോട്ട് തന്നെ വന്നതാണ്. ഓക്കെ, നൈറ്റ് 1 o'clock വീണ്ടും ഡെലിവറി സ്യൂട്ടിലോട്ട് മാറ്റി. PV 4 hourly ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ പെയിൻഫുള്ളായിരുന്നു. ആ ടൈമിൽ പെയിൻ കില്ലറായിട്ട് നമുക്ക് ഒരു ഗ്യാസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് PV ചെയ്തപ്പോൾ തന്നെ അവർ വാട്ടർ ബ്രേക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കോൺട്രാക്ഷൻസ് വളരെ സിവിയറായിട്ട് വന്നു തുടങ്ങി. 100% ഒക്കെ പെയിൻ വന്നു തുടങ്ങി. പക്ഷേ ബേബിയുടെ ഹെഡിൻ്റെ പൊസിഷൻ ജസ്റ്റ് ഒന്ന് നീങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ ബേബിയെ നമുക്ക് നോർമൽ ഡെലിവറിയോടുകൂടി പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. ദെൻ നമ്മൾ എമർജൻസി C-section മൂവ് ചെയ്തു. കാരണം വാട്ടർ ബ്രേക്ക് ആയിട്ട് തന്നെ കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു. എനിക്ക് C-section ടേബിളിൽ കിടത്തിയപ്പോഴും കോൺട്രാക്ഷൻ്റെ പെയിൻ വളരെ നന്നായിട്ട് അറിയുന്നുണ്ടായിരുന്നു. ദെൻ സ്പൈനൽ അനസ്തീഷ്യ എടുത്തു, C-section ചെയ്തു, നമ്മുടെ കൺമണിയെ പുറത്തെടുത്തു. ഇതാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു മൊമെൻറ്റ്. ഇതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റാണ്. ഈ ടൈം ആയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് കുറച്ച് സഡേഷനിലായിരുന്നു ഞാൻ. പിന്നെ പ്ലസ് നല്ലൊരു ഷിവറിങ്ങും ഉണ്ട്. പിന്നെ വാർഡിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പിന്നെ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ ടെസ്റ്റും കാര്യങ്ങളായിട്ടൊക്കെ അഡ്മിറ്റ് ആയിരുന്നു. ദെൻ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന ഡേ ആണിത്. നമുക്ക് ഒരു വർക്കിംഗ് ഹോസ്പിറ്റലിലെ സ്റ്റാഫും മെമ്പേഴ്സൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു ഈ ടൈമിലൊക്കെയും തന്നെ. സോ ആ വാർഡിലുള്ള എസ്പെഷ്യലി നഴ്സസിന് വളരെ താങ്ക് യു പറഞ്ഞ് നമ്മളൊരു ലെറ്റർ, ഒരു ഗ്രീറ്റിംഗ് കാർഡ് കൊടുത്ത് കാർ സീറ്റ് കൊണ്ടുവന്ന് ബേബീനെ കണക്ട് ചെയ്ത് നമ്മൾ വീട്ടിലോട്ട് വരാൻ പോവാണ്. കുറച്ച് ഡേ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിയും കൂടുതൽ കുറച്ച് ഡേ ഉണ്ടായിരുന്നു. ഈ വാർഡിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. സോ നമ്മുടെ കുഞ്ഞൻ ആദ്യമായിട്ട് വീട്ടിലോട്ട് വരാൻ പോവാണ്.